ഇതുപോലൊരു ഷോയിൽ എന്നെ കൊണ്ട് അതിജീവിക്കാൻ പറ്റുമെന്ന്. ഒരു സൂപ്പർ സ്റ്റാർ ആയിരിക്കുന്നയാൾക്ക് എല്ലാത്തിനോടും എളുപ്പത്തിൽ നോ പറയാം, കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരാതിരിക്കാം. പക്ഷെ നമ്മൾ അതുപോലെയാണെങ്കിൽ നമുക്ക് വളർച്ചയുണ്ടാവില്ല. അദ്ദേഹം എന്തുകൊണ്ടാണ് ടോപ്പിലെത്തിയത്? അദ്ദേഹം തന്റെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വന്നു. ഇവിടെയും അദ്ദേഹം അതാണ് ആവർത്തിച്ചത്. ഞങ്ങൾ രണ്ടുപേരും കൈകോർത്താണ് ഈ കുളത്തിൽ ഇറങ്ങിയത്. ഫുട്ടേജും ഞങ്ങൾ എടുത്തുകൊണ്ട് വന്നു. അതിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന്റെ കഴിവ് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അദ്ദേഹം ടയർഡായിരുന്നു, പക്ഷെ അവസാനം വരെ പിടിച്ചു നിന്നു. എല്ലാ കാര്യത്തിലും വളരെ പോസിറ്റീവ് ആയിരുന്നു. അതെനിക്ക് ഇഷ്ടമായി. ഇനി നമുക്ക് ഫുട്ടേജ് കാണാം. ഇതൊന്ന് പിടിച്ചേ സാർ. ഇത് കണ്ടോ? കണ്ടില്ലേ? അത് ആ ഭാഗത്തായിട്ടാണ് അത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ കെയർഫുൾ ആയിരിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. നമ്മളെ വിചാരിച്ച പോലെ തന്നെ നടന്നത്. ഗുഡ് ജോബ് രജനി സാർ. ഈ യാത്രയിൽ നിങ്ങൾ എനിക്കൊരു ഇൻസ്പിറേഷൻ ആയി. ഒന്ന് കേട്ടുപിടിച്ചോടെ. ആ വെള്ളത്തിൽ നിങ്ങൾ ധൈര്യത്തോടെ ഇറങ്ങിയത് എന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഇന്ത്യ രാജ്യത്തെ കുറിച്ചുള്ള നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? ദാരിദ്ര്യമില്ലാതാക്കണം. നമ്മുടെ ഈ രാജ്യത്തെ തൊഴിലില്ലായ്മ മാറ്റണം. പിന്നെ ഇന്ത്യ സമ്പ്രദായങ്ങളും സാംസ്കാരികവും പാരമ്പര്യവും ചേർന്നതാണ്. മാത്രമല്ല ഇന്ത്യ സാമ്പത്തികമായി നന്നായിട്ട് മുന്നോട്ട് വരണം. അതാണ് എന്റെ സ്വപ്നം. ആക്ച്വലി ഇന്ത്യയെ കുറിച്ച് എനിക്ക് വളരെ പ്രധാനമായിട്ടൊരു കാര്യം പറയാനുണ്ട്. പക്ഷേ എന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒന്നുകൂടി നന്നാവും. അതായത് ഞങ്ങളുടെ നാട്ടിൽ മഹത്തായ 4 മതങ്ങളുണ്ട്. അത് ഇസ്ലാം, ക്രിസ്ത്യാനിറ്റി, ബുദ്ധിസം ആൻഡ് ഹിന്ദുയിസം. ഈ ഇസ്ലാം, ക്രിസ്ത്യാനിറ്റി, ബുദ്ധിസം ഇതിനൊക്കെ ഒരുപാട് രാജ്യങ്ങളുണ്ട്. പക്ഷെ ഹിന്ദുസിന് ഒരേ ഒരു രാജ്യമുള്ളൂ, അതാണ് ഇന്ത്യ. പിന്നെ ചെറിയൊരു ഹിന്ദുമുണ്ട്, അതാണ് നേപ്പാൾ. അങ്ങനെ ഉണ്ടായിട്ടും എല്ലാ മതങ്ങളും വളരെ ഒത്തൊരുമയോടെ സമാധാനപരമായി എല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണെന്ന് കൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു രാജ്യത്ത് മാത്രമാണ് എല്ലാ മതങ്ങളും ഒരുമിച്ച് ചേർന്ന് സഹോദരന്മാരെ ഇവിടെ ഒരുപാട് മതങ്ങളുണ്ട്. ഏറ്റവും അഭിമാനിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ത്യ സാറിനെ കുറിച്ച് അഭിമാനിക്കും. ഈ രാജ്യം മുഴുവൻ അഭിമാനിക്കും. നമ്മുടെ ഈ യാത്ര പൂർത്തിയാക്കാം. നമ്മുടെ മിഷൻ കഴിഞ്ഞു. ക്യാമറ കിട്ടി, ഫുട്ടേജ് കിട്ടി, വെള്ളവും എടുത്തു. രണ്ടുപേരും ജീവനോടെ ഉണ്ട്. നല്ല ഫ്രണ്ട്സുമായി. ഇനി കൂടുതൽ എന്താ വേണ്ടത്? ശരി, ഓക്കെ, നമുക്ക് പോവാം. രജനീകാന്ത് എന്ന ഈ വ്യക്തി ഇന്ത്യയിലെ കോടിക്കണക്കിന് ജനങ്ങളുടെ മനസ്സ് കീഴടക്കിയ ആളാണ്.